പപ്പയുടെ ബൈബിള് കിട്ടിയോ പപ്പ? പപ്പ അവിടെ വെച്ചായിരുന്നു, പപ്പ മറന്നു പോയതാ. എന്നാ പപ്പയുടെ ബൈബിള്. പപ്പ എങ്ങനെയുണ്ട് ഇപ്പൊ കാര്യം? കുറവുണ്ടോ? തുടങ്ങി വേദാന്തം പറയാൻ വേണ്ടി. പപ്പ പ്രാർത്ഥന വേണം, ബൈബിൾ വായിക്കണം, മരുന്നും കഴിക്കണം. പപ്പയുടെ മരുന്ന് വെച്ചിട്ടെ. പപ്പ ഇത് രാവിലത്തേക്കുള്ള മരുന്ന് കേട്ടോ. പപ്പ കഴിക്കണേ. രാവിലത്തെ ഉച്ചത്തേക്ക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പപ്പ അനിന്ദു ഇന്നു വരുന്ന പറഞ്ഞേ, വിളിച്ചിട്ടൊന്നുമില്ല. അന്ന് വിളിക്കായിരിക്കും. ഓള് പപ്പന്റെ ഫോൺ കണ്ടായിരുന്നോ? എവിടെയാ പപ്പ? മേശപ്പുറത്ത് വെച്ചായിരുന്നോ? അയ്യോ പപ്പ ഫോൺ കാണുന്നില്ലല്ലോ. ഇവിടെ എല്ലാ സ്ഥലത്തും ഇതൊന്നും കാണുന്നില്ല പപ്പ. അപ്പൊ പപ്പ ഒരു ഫോൺ വരും, ഫോണിലേക്ക് വിളിച്ചോക്കാൻ വേണ്ടി. ആ എന്തു? ആ ഇത് എത്തിയോ? എടാ എന്റെ മോനെ പറയണ്ടെന്നാല്. ആ ഇപ്പൊ തന്നെ ആരാലോ? ബത്തേരിയിലേക്കോ? ആ ഇപ്പൊ എത്താ? ആ കൂട്ടാലോ? ആ കൂട്ടാൻ. എന്നാ ശരിടാ, ഞങ്ങള് ഇപ്പൊ തന്നെ വരാട്ടോ ബത്തേരിയിലേക്ക്. ആ എന്നാ ശരി. ആ വെച്ചോടാ. ശരിടാ. അതിന് ഫോണ് വെച്ച് എടുക്കത്തില്ല. ഒരു ആവശ്യത്തിന്, ഒരു അത്യാവശ്യ കാര്യത്തിന് ഫോൺ വെച്ച് എടുക്കത്തില്ല. ഹലോ ജോസൂട്ടി, നീ എവിടുന്നാ? ഹലോ ജോസൂട്ടി, എത്ര നേരം ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്? അല്ല നീ പെട്ടെന്ന് വാ, ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം. പെട്ടെന്ന് വാ കേട്ടോ. ആ ഓക്കെ. നമ്മുടെ കൂട്ടുകാരനെ കൂട്ടിക്കോ, മറ്റേ റിയാസിനെ കൂട്ടിക്കോ കേട്ടോ. ഓക്കേടാ, ശരി. നീ എവിടാ? അത് ഞാൻ ഇപ്പോ വീട്ടിലെത്തി കേട്ടോ, മത്തിയിലെത്തി. നീ മറ്റേ ജോസൂട്ടിനോട് കൂടെ വാ കേട്ടോ. ചെറിയ പരിപാടി ഉണ്ട്, ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കും. അപ്പോൾ രണ്ടാം കൂടി പെട്ടെന്ന് വാ കേട്ടോ. ഓക്കേടാ, ശരി. ഓക്കെ. എത്രയും കണ്ടിട്ട് പിന്നെ എങ്ങനെയൊക്കെയാണ്? പിന്നെ നിന്റെ വീട് പണിയൊക്കെ എന്തായി? നിന്റെ മറ്റേ കേസൊക്കെ എന്താ? അതൊക്കെ ഇട്ടടാ. ഞാൻ നല്ല കേസല്ലായില്ലേ? അവള് നിന്നെ തേച്ചിട്ട് പോയോ? അവള് തേച്ച് അവൾക്ക് വേറെ ലേഖണ്ടായിരുന്നു. അവള് പോയി സങ്കടം. അല്ല ഞങ്ങൾക്ക് സാധനം കൊണ്ടുവന്നിട്ട് എന്റെ വകയാണ് എല്ലാ കാര്യവും. നിങ്ങൾക്ക് ചെലവ് എന്റെ കൂട്ടുകാർ വരെ കണ്ടപ്പോ ഒത്തിരി സന്തോഷമാണ്. ഞാൻ പിന്നെ നിങ്ങൾ ഒത്തിരി മിസ് ചെയ്തതാ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി എന്റെ വകയാണ് എല്ലാ ചെലവും. അല്ല അവിടെ പോയി പോട്ടെ, നമുക്ക് അത് വിട്ടേക്കാം കേട്ടോ. നീ വിഷമിക്കല്ലേ, നമ്മളൊക്കെ കൂടെ ഓക്കെ. ആ സാധനം നമുക്ക് പോവാ. സാധനം ഫ്രഷായിട്ട്
സാധനം വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർക്കാൻ റേറ്റ് ഇവിടുന്ന് നമ്മള് അവിടുന്ന് ആയപ്പോ 5,000 ഇവിടെ റേറ്റ് കൂടിയിട്ടുണ്ടാവും. ആ നമുക്ക് കുറച്ച് ചെറുതടിച്ചാലോ ക്ലാസ് അടുപ്പിച്ചെടുക്കണം. എല്ലാം മറന്നു പോയോ? മറന്നിട്ടൊന്നുമില്ല. കുറച്ചും കൂടി ഒഴിക്കടാ, എന്തെങ്കിലും ഡിഷ് കാണിക്കില്ലേ? അല്ല വെള്ളം ചേർക്കും. നല്ല വെള്ളം ചേർക്കാൻ അടിച്ചോ. എനിക്കടാ നിങ്ങൾ പേടിക്കുക. ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ പേടിക്കുന്ന കുറച്ചും കൂടി ഒഴിക്കടാ. എത്ര കാലമായി നമ്മൾ ഇതുപോലെ ഒരുമിച്ച് പോയിട്ട് അല്ലേ? പിന്നെ അവിടെ നല്ല സുഖമായിരിക്കുന്ന കല്യാണം നോക്കുന്നില്ല. അതിന്റെ കല്യാണം വേണം തീരുമാനം. കല്യാണം വെച്ചിട്ട് കാര്യമല്ല. അപ്പൊ നിന്റെ വീട് പണിയൊക്കെ തീർന്നില്ല. പിന്നെ നിന്റെ അച്ഛന് കുറവുണ്ടോ? അച്ഛന് കുഴപ്പമൊന്നുമില്ല. പണ്ടത്തെ പോലെ ചെറിയ ക്ഷീണം. ഒന്നും കൂടി ചെറുപ്പം കൂടി അടിക്കാം. അടിച്ച് അടിച്ചടിച്ച് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ സാധനം. ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നത്. നിങ്ങൾ അടിച്ചിട്ട് ഇത് തീർത്തിട്ട് പോയാൽ മതി. വീട്ടിൽ തന്നെയാ. ഇതായിരുന്നു ഇവൻ ഗൾഫിന്നാണ്. കണ്ടാ പറയുക ഇത് റിയാസ്. നിന്റെ വിശേഷങ്ങളൊക്കെ പറയടാ. നിനക്ക് യേശുവിനെ കുറിച്ച് അറിയോ? യേശുവിനെ കുറിച്ച് ഞങ്ങൾ കുറെ കേട്ടിട്ടില്ല. യേശുവിനെ കുറിച്ച് അറിയാം. യേശു ആരാന്നറിയോ? യേശു പിന്നെ എല്ലാവർക്കും അറിയാലോ. യേശു ആരാ? ആരാന്നൊന്നും പറഞ്ഞു നിനക്ക് അറിയാണെങ്കിൽ. യേശുവിന്റെ പേര് യേശു ഈ ഭൂമിയിലാണ്. ഒരു മനുഷ്യൻ യേശു ഈ ഭൂമിയിലാണ്. അത്രേ അറിയത്തുള്ളൂ. അത്രേ അറിയത്തുള്ളൂ. യേശുവിനെ കുറിച്ച് അറിയാതെ പറഞ്ഞാലോ നീ? അതല്ല സൗകര്യം. യേശുവിനെ കുറിച്ച് നിനക്ക് എന്തറിയെന്ന് ചോദിച്ചാ ഒന്നും അറിയത്തില്ലല്ലോ. യേശു എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ വന്നേ? അതും അറിയത്തില്ല. യേശു ഈ ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിക്കാനാണ്, നമ്മുടെ പാപത്തിന് വേണ്ടി. നിങ്ങളിപ്പോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? യേശുവിന്റെ സ്നേഹം അറിയാതെ നിങ്ങൾ ലോകത്തിന്റെ മോഹം നടന്നിട്ട് കാര്യമില്ല. യേശുവിന്റെ സ്നേഹം നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത്. പിന്നെ എന്തിനാ ഞങ്ങൾക്ക് അച്ഛനും അമ്മയൊക്കെ ഞങ്ങൾക്ക് സ്നേഹം തരുന്നുണ്ട്. പിന്നെ എന്തിനാ ഞങ്ങൾ യേശുവിന്റെ സ്നേഹത്തിൽ പോകുന്നത്? വീട്ടിലത്തെ സമാധാനം താൽക്കാലികം മാത്രമേ ഉള്ളൂ. യേശുവിന്റെ സമാധാനം നമുക്ക് ജീവിതം ഒരു നിത്യജീവനമില്ല. ഞങ്ങൾക്ക് സമാധാനം കിട്ടാൻ ഞങ്ങൾ ചെറുത് 2 വൈകുന്നേരം അടിച്ചാൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടും. അത് താൽക്കാലികം മാത്രമുള്ള സമാധാനമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? താൽക്കാലികം മാത്രമുള്ള സമാധാനത്തിൽ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് സമാധാനം മതി. ഞങ്ങൾക്ക് വേറെ ഈ ലോകത്തിലെ യേശു എന്താ നമുക്ക് തന്നത്? സമാധാനം ഉണ്ടല്ലേ? നിങ്ങൾ നീ ഇന്ന് വരെയും പുറമെയുള്ള സന്തോഷം സമാധാനം മാത്രം അനുഭവിച്ചിട്ടുണ്ട്. നീ ഉള്ളിൽ എപ്പോഴെങ്കിലും സമാധാനം അനുഭവിച്ചിട്ടുണ്ടോ? കുടിക്കുമ്പോ നിനക്ക് സമാധാനം ഉണ്ട് അല്ലേ? നിനക്ക് കുടിക്കുമ്പോ സമാധാനം അല്ലേ ഉണ്ട്. പക്ഷെ നിന്റെ വീട്ടിൽ പോകുമ്പോ നിനക്ക് സമാധാനം ഉണ്ടോ? നിന്റെ ഉള്ളിൽ ഇതുവരെയായിട്ട് സമാധാനം അനുഭവിച്ചിട്ടുണ്ടോ? അനുഭവിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നത്, യേശുവിനെ നിങ്ങൾ തിരിച്ചറിയണം. യേശുവിന്റെ സ്നേഹം എന്താണെന്ന് അറിയണം. യേശുവിന്റെ സമാധാനം എന്താണെന്ന് നിങ്ങൾ അറിയണം. ലോകത്തിലെ സമാധാനം നിങ്ങൾക്ക് താൽക്കാലികം മാത്രമേ ഉള്ളൂ. യേശു തരുന്ന സമാധാനം നിങ്ങൾ ജീവിതത്തിൽ നിത്യജീവന് വേണ്ടി നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അതുകൊണ്ട് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ശരി പാസ്റ്റർ. ഓക്കെ മക്കളെ പോട്ടെ. കാണാൻ കണ്ടോ? എങ്ങനെയും സഹിച്ചു പോയാലേ പറ്റി. പപ്പേനെ അടുത്ത് കൊണ്ടുപോകാൻ നമ്മുടെ സന്തോഷം. നമ്മുടെ മൂടും പോറ്റി അധികം അയാൾ അയാളുടെ കാര്യം ചെയ്തു, നമ്മള് നമ്മുടെ കാര്യം ചെയ്യുന്നു. അത്രയും
എങ്ങനെ സഹിക്കണ അടിക്കണം. ഇതിനൊക്കെ വേറെ ഒരു തല്ലി കൂട്ടിക്കൊണ്ട് വല്ല പറയുന്നില്ല. അടിച്ചു തീർത്തിട്ട് പോയാൽ മതി. എങ്ങോട്ടും പോകണ്ട. ഓക്കെ. എന്റെ മോനെ ഇതുപോലെ അടിച്ചിട്ട് നമ്മൾ 3 എത്ര വർഷമായി നടന്നു. ഇന്നാണ് ഒരു നിങ്ങളെ കണ്ണപ്പ അടിച്ചപ്പോ ഒരു വൃത്തിയാണ്. അവള് പോയപ്പോ ജോസിനെ പിടിക്കണം. അടിച്ചിട്ട് വേണ്ട.
താൽക്കാലികം മാത്രമുള്ള സമാധാനമാണ്. ഇത് ഇപ്പൊ വന്ന് പറയുന്ന ടൈമല്ല. ഇവനാകെ ഒന്ന് പറ്റിയിരിക്കുക. എടാ, ഞാൻ പ്രാർത്ഥിച്ചത് സൗഖ്യമാവും. എല്ലാ മനുഷ്യന് രോഗം വരും. ഇത് സാധാരണയാണ്. ഇതെടാ, ഇത് അതല്ല. ഇത് നിങ്ങൾ യേശുവിനെ അറിഞ്ഞ ഈ രോഗമാകും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് ഇപ്പൊ തന്നെ സൗഖ്യമാണെങ്കിൽ നിങ്ങൾ സേവിക്കുന്ന ദൈവത്തെ സേവിപ്പാൻ ഞങ്ങള് സത്യമാണെന്ന് പറയുന്നത്. സത്യമാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ ജോസുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പപ്പന്റെ മോന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, കർത്താവേ, ജോസുട്ടിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവരുടെ മുമ്പിൽ ഇവരെ യേശുവിനെ അറിയുവാൻ ഇതൊരു സാക്ഷിയാണെങ്കിൽ ഈ മകനിലൂടെ ഇവരെ യേശുവിനെ അറിയുവാൻ ഇടയാകണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശു നാമത്തിൽ തന്നെ. ജോസുട്ടി, 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 അനുഭവ, റിയാസേ, പപ്പയോട് ഞാൻ ഞങ്ങളോട് ക്ഷമിക്കണം. പാസ്റ്ററെ, അറിഞ്ഞ ദൈവത്തെ ഞങ്ങൾക്കും അറിയണം പാസ്റ്ററെ. അറിയണം പാസ്റ്ററെ. അതുകൊണ്ടാണ് മക്കളെ ഞാൻ ഇങ്ങനെ ഇത്രമാത്രം നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളോട് പറയുകയും അതൊക്കെ പറഞ്ഞു തരികയും ചെയ്തത്. നിങ്ങൾ ഒരിക്കലും ഇതുപോലെ പാപത്തിനടിമയിൽപ്പെട്ട് മരിച്ചു പോകണ്ട എന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും തെറ്റാവായി നല്ലത് പറഞ്ഞു തരാൻ വേണ്ടി ദൈവം ഞങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് യേശുവിനെ വിശ്വാസം ഉണ്ടോ? ഞങ്ങൾ വിശ്വസിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ പറയുന്നു. വിശ്വസിക്കുന്നു. പാസ്റ്ററെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പിതാവേ, ഈ രണ്ട് മക്കളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരുടെ വർത്തമാനം ഇന്നു മുതൽ ഇവർ ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കളാക്കി ദൈവം മാറ്റണം. ഇവർ അനേകർക്ക് സാക്ഷ്യമായി മാറണം. ഈ യേശുനാമത്തിൽ തന്നെ. ഞങ്ങളെ രക്ഷിച്ച ദൈവത്തെ നിങ്ങളെ രക്ഷിപ്പാൻ ശക്തനാണ്.